അബ്ദുല്ലാഹിബ്നു ഹുദാഫ റദിയല്ലാഹു അൻഹു തിരുസന്നിധിയിലേക്ക് കടന്നിരുന്നു. ഒരു ചെറുപുഞ്ചിരി ആ മുഖത്തെപ്പോഴും വിരിഞ്ഞുനിന്നു. അദ്ദേഹത്തെ കാണുന്നവരെയെല്ലാം ആ ചിരി നർമ്മം പകർന്നു. തമാശക്കാരനായും നിർമ്മല ഹൃദയനായും സ്വഹാബത്തിന്റെ ഇടയിൽ മഹാൻ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചുറ്റും നർമ്മം പൊതിഞ്ഞു. പക്ഷേ ഈമാനിന്റെ മങ്ങാത്ത പ്രകാശവും ചെറുപുഞ്ചിരിയും മഹാന്റെ മുഖത്തെ മിന്നിപ്രകാശിപ്പിച്ചു. ഇസ്ലാം അദ്ദേഹത്തെ സുതാര്യനും ദൃഢതനുമാക്കി. തിരുനബി സ്വഹാബാക്കളുടെ ഓരോ ചോദ്യത്തിനും മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ അബ്ദുള്ള തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തും ചോദിച്ചോളൂ, ഞാൻ ഉത്തരം നൽകാം. മഹാൻ അവസരം പാഴാക്കാതെ ചോദിച്ചു, എന്റെ ഉപ്പയാരാണ് നബിയേ? ചോദ്യം കേട്ട് സദസ്സിൽ ചിരി പടർന്നു. സങ്കീർണമായ ചോദ്യത്തിന് അതേ നർമ്മബോധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിന്റെ പിതാവ് ഹുദാഫ. ഒരിക്കൽ അദ്ദേഹത്തെ ഒരു സംഘത്തിന്റെ നേതാവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. അവർ സംസാരിച്ചും ആസൂത്രണം ചെയ്തും ഇരിക്കുന്നതിനിടയിൽ ദക്ഷിണത്തിനായി തീ കത്തിച്ചു. മഹാൻ അവിടെയും തന്റെ കൂട്ടുകാരെ തമാശയാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അമീർ അല്ലേ? അതെ, അവർ ഒന്നടങ്കം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. എല്ലാവരും ഈ കത്തിയാളുന്ന തീയിലേക്ക് എടുത്തു ചാടുക. മഹാന്റെ തമാശയറിയുന്ന പലരും പുഞ്ചിരിച്ചെങ്കിലും ചിലർ ചാടാൻ തുനിഞ്ഞു. അദ്ദേഹം തന്നെ അവരെ തടഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ, അപ്പോഴേക്കും നിങ്ങളത് കാര്യമാക്കിയോ? മടങ്ങിവന്ന സ്വഹാബത്ത് ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു, തെറ്റായ ഒരു കാര്യം നേതാവ് പറഞ്ഞതാണെങ്കിലും അനുസരിക്കേണ്ടതില്ല. കഥയുടെ ബാക്കി അടുത്ത വീഡിയോയിലാവാം.